14 മീറ്റർ വീതം വീതിയിൽ 2 തുരങ്കങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇവ തമ്മിൽ 24 മീറ്റർ അകലമുണ്ടാകും. ഇരുദിശയിലേക്കുമുള്ള തുരങ്കങ്ങളുടെ പണി പൂർത്തിയാകുന്നതോടെ കുതിരാൻ കയറ്റവും 6 വലിയ വളവുകളും ഇല്ലാതാകും. മധ്യഭാഗത്ത് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുമുണ്ടാകും. തുരങ്കത്തിനുള്ളിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനാണ് ഈ പാത. കുതിരാന്റെ അടിവാരത്തുള്ള ഇരുമ്പ് പാലത്തിനടുത്ത് നിന്നാണ് തുരങ്കം തുടങ്ങുന്നത്. കുതിരാൻ ക്ഷേത്രം കഴിഞ്ഞുള്ള വളവിലാണ് തുരങ്കം അവസാനിക്കുക. 6 വരി പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കുതിരാനിൽ ഇത്രയും നാളുണ്ടായിരുന്ന ബ്ലോക്കുകൾ ഒരു പ്രാവശ്യം കുതിരാൻ മല ഇടിഞ്ഞുകൊണ്ട് 7 ദിവസത്തിലധികം മൊത്തം ബ്ലോക്ക് വന്നു. അപ്പോൾ ആ മല ഇടിച്ചിൽ ഒഴിവാക്കാനും യാത്രക്കാർക്ക് സുഗമമായിട്ട് പാലക്കാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഉണ്ടാക്കും. 1 കിലോമീറ്റർ ദൂരവും 6.5 മീറ്റർ ഉയരവും വരുന്ന തുരങ്കം ആന്ധ്ര ആസ്ഥാനമായുള്ള പ്രഗതി എഞ്ചിനീയറിംഗ് കമ്പനിയാണ് നിർമ്മിക്കുന്നത്. 7 ബാങ്കുകൾ ചേർന്ന കൂട്ടായ്മയാണ് പദ്ധതിക്ക് ആവശ്യമായ പണം നൽകുന്നത്. 800 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന 6 വരി പാതയിൽ 20 വർഷം ടോൾ പിരിക്കുവാനുള്ള അവകാശവും കമ്പനിക്കുണ്ടാകും. ഇതിനിടെ പരിസ്ഥിതിയാഘാത പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണം നടത്തുന്നതാരോപിച്ച് ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. മീഡിയ 1 തൃശൂർ.